ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു മരത്തിൻ്റെ സവിശേഷതകൾക്കുമപ്പുറം മാനുഷിക ഭാവം കൊച്ചു ദേവദാരു എന്ന കഥയിലെ ദേവദാരു മരത്തിന് കഥാകാരൻ നൽകുന്നുണ്ടോ? കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ കൂട്ടുകാരെ എഴുതേണ്ടത്? യെസ്, വിശകലന കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മനുഷ്യരെ പോലെ വികാര വിചാരങ്ങൾ മരങ്ങൾക്കുമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കഥയാണ് സെർഗേ മിഹൽക്കോവിന്റെ കൊച്ചു ദേവദാരു. കാടിനടുത്ത് വനപാലകന്റെ വീടിന് മുമ്പിൽ നിൽക്കുന്ന ദേവദാരു ചുറ്റുപാടുകൾ എന്താണ് സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടല്ലേ, അതായത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ കാട്ടിലെ വൻ വൃക്ഷങ്ങളുടെ വാത്സല്യം ആസ്വദിച്ചും അതുപോലെ എന്താണ് മുയലിനെ പരിചയപ്പെട്ടും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും നിരീക്ഷിച്ചും ജീവിച്ച് കൊച്ചുദാരുവിന് എന്താണ് ഒരു മനുഷ്യക്കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണല്ലേ കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചുറ്റുപാടുകളോട് അത്രയേറെ ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വളർന്നിട്ടും അതിനെന്താണ് ഏകാന്തത തോന്നുന്നില്ല എന്ന കൽപ്പന മനുഷ്യരുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ദേവദാരുവിനും ഉണ്ടായിരുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞതുപോലെ പുതുവർഷ ആഘോഷത്തിന് ആളുകൾ തന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്ന് ഭയന്ന് മാസങ്ങളോളം കഴിയുന്ന ദേവദാരുവിന് സംസാരശേഷിയും വികാര വിചാരങ്ങളും ഉണ്ടെന്ന് കാണാൻ കഴിയും. ഇതെന്താണ് പുതുവർഷ തലേന്ന് തൻ്റെ സമീപത്തെത്തിയ വനപാലകനെ കണ്ട് ബോധം കെട്ടു പോകത്തക്ക വിധം മരണഭയം അതിനെ കീഴ്പ്പെടുത്തുന്നുണ്ടല്ലേ. എന്നാൽ തന്നെ നശിപ്പിക്കാതെ ആഘോഷത്തിന് വേണ്ടി അനുകരിച്ച വനപാലകനെ വർഷങ്ങൾക്കിപ്പുറവും സ്നേഹിക്കുന്ന ദേവദാരുവിന് ഉത്തമ മനസ്സ് കഥാകാരൻ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യരെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ദേവദാരുവിന് ഒരു മരത്തേക്കാൾ ഉപരിയായ സ്ഥാനമാണ് ആര് കഥയിൽ നൽകുന്നത്? കഥാകാരൻ കഥയിൽ നൽകുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? യെസ്, ഇതുപോലെ വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1924 വെള്ളപ്പൊക്കത്തിന്റെ എത്രയോ ഇരട്ടി വിനാശകരമായിരുന്നു ഏത്? 2018 വെള്ളപ്പൊക്കം അല്ലെ, പ്രളയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, പ്രളയം എന്നാണ്. ഓക്കെ, പ്രളയം ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 2018 പ്രളയം. കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിന്റെ പ്രതീകങ്ങളായി മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടുള്ളവർ എന്താണ് സ്വന്തക്കാരായി ഒരുമിച്ച് താമസിക്കുകയാണ് അല്ലേ. അപ്പോൾ വൈശാഖിന്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, ദേവകി നിലയംകോടിന്റെ വാക്കുകൾ. വെള്ളവും കൂടി പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചോദ്യം എന്താണ് കൂട്ടുകാരെ? അതായത് മാനുഷിക ബന്ധങ്ങൾ വളർത്താൻ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണമായി തീരുന്നുണ്ടോ? അപ്പോൾ മുകളിൽ നൽകിയിട്ടുള്ള സൂചനകൾ കൂടി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? മാനുഷിക ബന്ധങ്ങൾ വളർത്താൻ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണമായി തീരുന്നുണ്ടോ? അപ്പോൾ മുകളിൽ നമുക്ക് ദേവകി നിലയംകൊടിൻ്റെയും വൈശാഖിൻ്റെയും വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള സൂചനകൾ വിലയിരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. പരസ്പരം ഒന്നിച്ചു നിന്ന് അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ് കടന്നുപോയ ഓരോ ദുരന്തത്തിലും നമുക്ക് കാണാനാവുന്നത്. 1924 ഭാരതപ്പുഴയുടെ തീരത്തുള്ളൊരു ബന്ധുവീട്ടിൽ നേരിട്ട് വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ദേവകി നിലയങ്ങോട് ഓർക്കുന്നത്. അന്ന് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ നാട്ടുകാർ തോണികളിലെത്തിയത് രക്ഷിച്ചാണ്. തോണികളിലെത്തിയാണ് രക്ഷിച്ചത്. 1924 പ്രളയത്തേക്കാൾ വിനാശകരമായ 2018 പ്രളയം കേരളീയരുടെ ഒന്നിച്ചുള്ള അതിജീവനത്തിന്റെ പ്രതീകമായി വൈശാഖിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പരസ്പരം സംസാരിച്ചിട്ടില്ലാത്തവർ വരെ സ്വന്തക്കാരായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്ന് ഒന്നിച്ചു കഴിഞ്ഞു. വെള്ളപ്പൊക്കങ്ങൾ തുടർക്കഥയാകുന്ന ഇക്കാലഘട്ടങ്ങളിലും അവയെല്ലാം ഒന്നിച്ചു നിന്ന് നേരിടുന്ന കേരളീയരെ തന്നെയാണ് നമുക്ക് കാണാനാവുന്നത് അല്ലേ കൂട്ടുകാരെ. അതായത് അപകടഘട്ടങ്ങളിൽ എന്താണ് പരസ്പരം താങ്ങും തണലുമായിട്ട് നിന്നും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 200 കുടുംബത്തെ പോലെ പെരുമാറിയും വെള്ളപ്പൊക്കത്തിന് ശേഷം എന്താണ് മടങ്ങുമ്പോൾ പരസ്പരം വീടുകൾ വൃത്തിയാക്കാൻ സഹായിച്ചും ഒന്നിച്ചുള്ള അതിജീവന ശ്രമങ്ങളാണ് നാം പരിശീലിച്ചു പോരുന്നത്. എല്ലായ്പ്പോഴും മാനുഷിക ബന്ധങ്ങൾ പുലർത്തേണ്ടതാണെങ്കിലും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാവുന്നതുമായി കാണാമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് മനുഷ്യർ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. കൊച്ചു ദേവദാരു ബോധം തെളിഞ്ഞപ്പോൾ കൊച്ചു ദേവദാരു തിരിച്ചറിഞ്ഞത് എന്തെല്ലാമായിരുന്നു കൂട്ടുകാരെ? ബോധം തെളിഞ്ഞപ്പോൾ അപ്പോഴും
താൻ അവിടെ തന്നെ ജീവനോടെ നിന്നിരുന്നു എന്ന് കൊച്ചു ദേവദാരുവിന് അത്ഭുതമുണ്ടാക്കിയല്ലേ. അതുപോലെ എന്തൊക്കെയാ സംഭവിച്ചത്? അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ അനവധി തൂക്കിയിരുന്നല്ലേ. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. കൊച്ചു ദേവദാരുവിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അപ്പം എന്തെല്ലാമാണ് കൊച്ചു ദേവദാരുവിന് ബോധം ലഭിച്ചപ്പം തെളിഞ്ഞപ്പം കാണാൻ സാധിച്ചത്? ബോധം തെളിഞ്ഞപ്പോൾ അപ്പോഴും താൻ അവിടെ ജീവനോടെ നിന്നിരുന്നു എന്നത് എന്താണ്? കൊച്ചു ദേവദാരുവിന് അത്ഭുതമുണ്ടാക്കിയല്ല. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ അനവധി തൂക്കിയിരുന്നു. അതുപോലെ അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. കൊച്ചു ദേവദാരുവിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക്? ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാൻ ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. കാട്ടുതീ ഉണ്ടായപ്പോൾ കുരുവി മഴദേവനോട് പറഞ്ഞതാണിത്. എന്നാൽ ദേവൻ എന്താണ് ചെയ്തത്? രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസങ്ങളാണുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അതും എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? ഓക്കെ, അത് നിങ്ങളെ എഴുതുക. അതുപോലെ തന്നെ എന്ത് മനോഭാവമാണ് രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊക്കെ എഴുതി ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു മഴ പെയ്യിച്ചുകൊണ്ട് കാടിനെയും കാട്ടിലെ മൃഗങ്ങളെയും എല്ലാം കാട്ടുതീയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള ദേവനാണ് ആര്? മഴദേവനല്ലേ. എന്നാൽ മഴ പെയ്യിക്കാനല്ല, കൊച്ചു ചുണ്ടിൽ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്ന കൊച്ചു കുരുവിയെ പരിഹസിക്കാനാണ് മഴദേവൻ ശ്രമിക്കുന്നത്. തന്നെ കൊണ്ട് കഴിയുന്ന നന്മ ചെയ്യാതെ മറ്റുള്ളവരുടെ എളിയ ശ്രമങ്ങളെ പരിഹസിക്കുന്ന മനോഭാവമാണ് ഇവിടെ മഴദേവൻ പ്രകടമാക്കുന്നത് അല്ലേ. എന്നാൽ തന്നെ കൊണ്ട് കഴിയുന്ന നിസ്സാര കാര്യങ്ങൾ പോലും തുടർച്ചയായി ചെയ്യുന്നത് ലോകത്തിന് അത്രയും ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന മനോഭാവമാണ് ആരുടേത്? കൊച്ചു കുരുവിയുടേതല്ലേ. തൻ്റെ ജീവനേക്കാൾ ലോക നന്മയ്ക്കാണ് ആര് പ്രാധാന്യം നൽകിയത് കൂട്ടുകാരെ? അതെ, കൊച്ചുകുരുവി പ്രാധാന്യം നൽകിയത്. തീർച്ചയായും കൊച്ചുകുരുവിയുടെ മനോഭാവമാണ് അനുകരണീയമായിട്ടുള്ളത്. കാരണം എന്താണ്? തനിക്ക് ഇതുവരെ അഭയം നൽകിയ കാടിന് തന്നാൽ കഴിയും വിധം സേവനം ചെയ്യാൻ അത് ശ്രമിക്കുകയും മഴദേവനോട് ചെയ്യേണ്ട നന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നതെന്നൊക്കെ എഴുതി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേയിക്കൊണ്ടിരിക്കും പെരുമഴയത്ത്. ഈ വരികളിൽ അക്കാലത്തെ തൊഴിലാളികളുടെ ജീവിത അവസ്ഥ തെളിയുന്നുണ്ടോ? വിശദമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കായൽ വറ്റിച്ച് കൃഷി ചെയ്യുന്ന തൊഴിലാളികളുടെ കഷ്ടപ്പാടാണല്ലേ കൂട്ടുകാർ ഈ വരികളിൽ തെളിയുന്നത്. കായലിൽ ബണ്ട് കെട്ടിയതിന് ശേഷം ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും അല്ലേ. ചക്രം ചവിട്ടിയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം തേവി മാറ്റുന്നത്. നിരനിരയായി നിൽക്കുന്ന 20-30 ചക്രങ്ങൾ രാപ്പകൽ ചവിട്ടി വെള്ളം തേവേണ്ടിയിരുന്നു. രാപ്പകൽ ഭേദമില്ലാതെ സംഘം ചേർന്ന് ഭൂവുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനം നിറഞ്ഞ ജീവിതാവസ്ഥയാണ് ഇവിടെ തെളിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നദിയിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. അനധികൃതമായി മണൽവാരൽ പ്രതിപിടിയിൽ. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ ഹെഡിങ്സ് ആണ് ഇവിടെ 3 നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന പത്രവാർത്തകൾ വായിച്ചല്ലോ. ഇവയൊക്കെ വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നില്ലേ? അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഉപന്യാസം തയ്യാറാക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. മനുഷ്യർ വരുത്തുന്ന വെള്ളപ്പൊക്കം. നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് കൊടുക്കാവുന്നതാണ് ടൈറ്റിലായിട്ട്. തന്നെ എഴുതാം. ഓരോ മഴക്കാലത്തും വെള്ളപ്പൊക്ക വാർത്തകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എങ്ങനെ ഉപന്യാസം തയ്യാറാക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമില്ല. അതുകൊണ്ട് പറയുന്നില്ല. എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലൊരു ഉപന്യാസം പഠിച്ചു വെക്കുക. എന്തായാലും ഉപന്യാസമൊക്കെ എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓരോ മഴക്കാലത്തും വെള്ളപ്പൊക്ക വാർത്തകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വർഷം തോറും ഇത് ആവർത്തിച്ചിട്ടും അതിനു പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നത് പോലുമില്ല എന്നത് ലജ്ജാവഹമായ കാര്യമാണ്. വനനശീകരണവും കുന്നിരിക്കലും പുഴകളും പാടങ്ങളും നികത്തുന്നതുമെല്ലാം പ്രളയത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണെന്ന ബോധ്യം ഏവർക്കുമുണ്ട്. എന്നാൽ സ്വന്തം
വെള്ളപ്പൊക്ക ആവശ്യങ്ങൾ പ്രകൃതിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയും പ്രകൃതിയുടെ തിരിച്ചടി നേരിടുമ്പോൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് കൂടി വരുന്നു. മഴക്കാലത്തെ വെള്ളത്തിന് സുഗമായി ഒഴുകിപ്പോകാൻ തടസ്സം നിൽക്കുന്ന വിധത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും വെള്ളപ്പൊക്കമുണ്ടാക്കാൻ ഇടയാക്കുന്നുണ്ട്. ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മഴക്കാലത്ത് പ്രളയമുണ്ടാക്കാൻ ഇടയാക്കുന്നുണ്ട്. കൂടാതെ നദീതീരങ്ങൾ മനുഷ്യർ കയ്യേറുന്നതും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. താൽക്കാലിക സൗകര്യം മാത്രം ലക്ഷ്യമാക്കി മനുഷ്യർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ നീണ്ടുനിൽക്കുന്ന പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പ്രകൃതിയുടെ സ്വാഭാവിക വ്യവസ്ഥിതി തകർക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ നിയമനിർമ്മാണത്തിലൂടെയും അതിൻ്റെ പാലനത്തിലൂടെയും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രകൃതി ചൂഷണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാനാകുമല്ലേ. അപ്പോൾ സർക്കാർ തലത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ വ്യക്തിയും സ്വന്തമായി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവൂ. കുട്ടിക്കാലം മുതൽ ലഭിക്കുന്ന ബോധവൽക്കരണവും പരിശീലനവും ഇതിനാവശ്യമാണ്. പ്രകൃതിയിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്ന നാം പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂടി ബാധ്യസ്ഥരാണ് എന്ന ചിന്തയോടെ പ്രവർത്തിച്ചാൽ പ്രകൃതിയുടെ തിരിച്ചടികളെ ഒരു പരിധിവരെ ഒഴിവാക്കാനാവുക തന്നെ ചെയ്യും. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.